രാവിലെ മുതൽ തന്നെ പൊതുസമ്മേളനത്തിനായി ബി.ജെ.പി. പ്രവർത്തകർ കോഴിക്കോട് ബീച്ചിലേക്കെത്തി. 6 ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പൊതുസമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വേദിയിലെത്തിയ നേതാക്കളെ സ്വീകരിച്ചത്. 1008 താമരമുട്ടുകൾ കൊണ്ടുള്ള മാലകൾ അണിയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുതിർന്ന നേതാക്കളെയും സ്വീകരിച്ചത്. കേരളത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുമെന്നാണ് ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞത്. उसी सरकार के संरक्षण में भारतीय जनता पार्टी के कार्यकर्ताओं पर जिस प्रकार का अत्याचार हो रहा है, वो अत्याचार पूरे देश के लोकतंत्र के इतिहास में सबसे शर्मनाक अत्याचार है. എൽ.കെ. അദ്വാനി, രാജ്നാഥ് സിംഗ്, വെങ്കയ്യ നായിഡു, എച്ച്. രാജ തുടങ്ങിയ ദേശീയ നേതാക്കളും വേദിയിലെത്തിയിരുന്നു. ദേശീയ നേതാക്കളെല്ലാം കേരളത്തിലേക്ക് എത്തിയതോടെ ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടായത്. ബി.ജെ.പി. ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ വാക്കുകളെ ഹർഷാരവത്തോടെയാണ് ബി.ജെ.പി. പ്രവർത്തകർ സ്വാഗതം ചെയ്തത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയ്ക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.